കാട്ടുപന്നികൾ കൂട്ടമായി ഇറങ്ങി 1 ഏക്കറോളം വരുന്ന സ്ഥലത്തെ കപ്പ കൃഷി നശിപ്പിച്ചതായി പരാതി. ഇടിഞ്ഞമല ഇടത്തിപ്പറമ്പിൽ മാത്യുവിന്റെ കപ്പ കൃഷിയാണ് കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത്. സംഭവത്തിൽ പഞ്ചായത്തിലും കൃഷിഭവനിലും വനംവകുപ്പിലും ഇദ്ദേഹം പരാതി നൽകി. ഇരട്ടിയാർ പഞ്ചായത്തിലെ ഇടിഞ്ഞമല കുരിശുമലയ്ക്ക് സമീപം പാട്ടത്തിനെടുത്ത 1 ഏക്കർ സ്ഥലത്ത് മണ്ണ് പാകപ്പെടുത്തിയാണ് ഈ കർഷകൻ കൃഷി ആരംഭിച്ചത്. സ്ഥലത്തിനു ചുറ്റും കാട്ടുപന്നികളുടെയും മറ്റും ശല്യം ഉണ്ടാകാതിരിക്കാൻ ഗ്രീൻ നെറ്റ് കൊണ്ട് വേലിയും തീർത്തു. വിളവ് 5 മാസം കഴിഞ്ഞ സമയത്താണ് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടുപന്നികൾ കൂട്ടമായി എത്തി വേലി തകർത്ത കൃഷി പൂർണ്ണമായും നശിപ്പിച്ചത്. കർഷക സംഘത്തിൽ നിന്നും കുടുംബശ്രീയിൽ നിന്നും വായ്പയെടുത്തും സ്വർണം പണയം വെച്ചുമാണ് മാത്യു കൃഷി ഇറക്കിയത്. 4 മാസം കൂടി കഴിഞ്ഞ് വിളവെടുക്കുമ്പോൾ 4 ലക്ഷത്തോളം രൂപ ലഭിക്കുമായിരുന്ന കൃഷിയാണ് പൂർണ്ണമായും കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചിരിക്കുന്നത്. 2025 ഒക്ടോബർ മാസം 10-ാം തീയതി 1 ഏക്കർ സ്ഥലം ഞാൻ പാട്ടത്തിനെടുത്ത് കപ്പ കൃഷി ചെയ്തിരുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 5 മാസത്തെ വിളവ് കപ്പയ്ക്കായിട്ടുണ്ട്. 4 മാസം കൂടെ കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായ ആദായം എടുക്കാൻ സാധിക്കുന്ന കൃഷിയായിരുന്നു. ഈ സമയത്ത് കാട്ടുപന്നി കയറി കൃഷി മുഴുവൻ നശിപ്പിച്ചു. ഇത്രയും കൃഷി ചെയ്തതിന് എനിക്ക് 1 ലക്ഷം രൂപയിലടുത്ത് മുടക്കുണ്ട്. ഇത് പൂർണ്ണമായിട്ട് ആദായം കിട്ടുകയായിരുന്നെങ്കിൽ ഏതാണ്ട് ഒരു 4 ലക്ഷം രൂപയുടെ ആദായം എനിക്ക് കിട്ടുന്നതായിരുന്നു. ഇപ്പോൾ ഇത് നശിച്ചു പോയതിൻ്റെ പേരിൽ ആകപ്പാടെ ഞാൻ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. കടം വാങ്ങിയ പൈസ കൊടുക്കാനുണ്ട്. കൂടാതെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാക്കി പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. പഞ്ചായത്തിലും കൃഷിഭവനിലും വനംവകുപ്പിലും പരാതി നൽകിയിരിക്കുകയാണ് ഈ കർഷകന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കുന്ന ഇത്തരം വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകുമ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായം ഉണ്ടായില്ലെങ്കിൽ കൃഷി പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടി വരുമെന്നും കർഷകർ പറയുന്നു.